ബിഗ് ബോസിന് എന്ത് ട്വിസ്റ്റ് വേണമെങ്കിലും കൊണ്ടുവരാം. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്തോ ഇപ്പോഴത്തെ ബിഗ് ബോസ് കൊണ്ടുവന്ന ട്വിസ്റ്റ് അത് എത്രത്തോളം ശരിയാണെന്നതിൽ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നു. പല ഘട്ടങ്ങളിലൂടെയാണ് ആ ടാസ്ക് പോകുന്നത്. അതിനൊടുവിലാണ് മത്സരിച്ച് നൂറ ആ ടാസ്ക് ജയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർക്ക് 2 പവർ കിട്ടുന്നു. അതായത് നമ്മളൊരു ടാസ്ക് ജയിച്ച് നമുക്കൊരു പവർ കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടിയതാണ്. ബിഗ് ബോസ് പറഞ്ഞത് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പവർ വരുന്നത്. അത് ആദ്യമായിട്ടാണ്, അത് വളരെ പ്രധാനമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് കിട്ടിയ ഒരു പവറാണ്. ഇനി വരുന്ന 3 ആഴ്ച നോമിനേറ്റ് ചെയ്യാനുള്ള പവർ, അതുപോലെ നോമിനേഷനിൽ നിന്ന് മുക്തി നേടാനുള്ള പവർ, ഇതൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത് അത് കളിച്ച് ജയിച്ച് ഒരാളത് നേടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ടാസ്ക് കൊണ്ടുവച്ചിട്ട് അത് ഇല്ലാതാകും, അതിൽ ജയിച്ചില്ലെങ്കിൽ ഇല്ലാതാകും എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ട്വിസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. കാരണം അതൊരു ഫെയർ ഗെയിം അല്ല. അത് ബിഗ് ബോസ് കളിച്ചാലും ഫെയർ ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ വീക്കിലി ടാസ്ക് കൊടുക്കുന്നു, നൂതില ചെരുപ്പുകൾ എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുക്കുന്നു. ആ ടാസ്കിൽ നൂറയല്ല യഥാർത്ഥത്തിൽ കളിക്കുന്നത്. ഇത് ചെരുപ്പ് ഉണ്ടാക്കേണ്ടത് മറ്റുള്ളവരാണ്. അപ്പോൾ മറ്റുള്ളവർ കൃത്യസമയത്ത് ചെരുപ്പ് ഉണ്ടാക്കിയില്ല എങ്കിൽ നൂറയുടെ പവർ, നേരത്തെ അവർ കളിച്ച് നേടിയെടുത്ത പവർ നഷ്ടപ്പെടും എന്ന് പറയുന്നത് അതൊരു അൺഫെയർ ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വിചാരിച്ച ആളിന് ആ ഒരു പവർ കിട്ടിയില്ല. ബിഗ് ബോസ് ആരെയോ വിചാരിച്ചായിരിക്കണം ആ ടാസ്ക് നടത്തിയത്. അവർക്കത് കിട്ടിക്കാണൂല. അതുകൊണ്ട് ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് പക്ഷേ ഒരു ഫെയർ ഗെയിം അല്ല. ഇപ്പം നൂറയെ സംബന്ധിച്ചിടത്തോളം നൂറ ഇപ്പോൾ അടുത്ത ആഴ്ച നോമിനേഷനിൽ വന്നാലും ഉടനെ ഒന്നും പുറത്തു പോകാൻ ചാൻസ് ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആണ്. കുറച്ച് നാളിലൂടെയൊക്കെ എന്തായാലും നിൽക്കും. 2-3 ആഴ്ച എന്തായാലും നിൽക്കും. അതിന് ഈ ഒരു നോമിനേഷൻ ഫ്രീയുടെ പവറിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഒരു ഗെയിമിനകത്ത് നമ്മൾ ഒരു ആൾക്കൊരു അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തതാണ്. പിന്നെ അതിൻ്റെയും മേലിലൊരു ടാസ്ക് കൊണ്ടുവച്ചിട്ട് അതിനെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നതിന് ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് തീർത്തും ഒരു അൺഫെയർ ഗെയിമാണ്. ഇത് ബിഗ് ബോസിന് ചെയ്യാമായിരുന്നു. എപ്പോഴാന്ന് വെച്ചാൽ ഇതേ ടാസ്കിന്റെ ഉള്ളിൽ നിന്ന് തന്നെ, എന്ന് വെച്ചാൽ ഈ ഒരു പവർ കിട്ടുന്ന ടാസ്കിനകത്ത് വേണമെങ്കിൽ അവർക്ക് പല ട്വിസ്റ്റും കൊണ്ടുവരാം. അത് ഓക്കെയാണ്. അത് ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടോ ആ ടാസ്കിനകത്തുള്ള ട്വിസ്റ്റുകളായിട്ടോ നമുക്ക് കാണാം. ആ ടാസ്ക് അവസാനിച്ചു, അതിലൊരാൾ ജയിച്ചു, അവർക്ക് പവർ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ബിന്നിക്ക് പവർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് ഓരോ പവറുകൾ കിട്ടിക്കഴിഞ്ഞു. ആ ടാസ്ക് അവിടെ കഴിഞ്ഞു. അപ്പൊ അടുത്തൊരു വീക്കിലി ടാസ്ക് കൊണ്ടുവരുമ്പോൾ അതിനെ കണക്ട് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. ഓൾറെഡി നൂറ് ആ പവർ യൂസും ചെയ്ത് കഴിഞ്ഞു. ഈ ടാസ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനിച്ചൊരു ടാസ്ക് ആണ്. അപ്പോൾ അതിനെ വീക്കിലി ടാസ്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് കൊണ്ടുവരാന്ന് പറയുന്നത് അതെന്തോ ഒരു ദാരിദ്ര്യം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.